ഹായ്. അപ്പോൾ നമുക്കിന്ന് ക്യാരറ്റ് വെച്ച് കുട്ടികൾക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പം നമ്മളത് ക്യാരറ്റ് നല്ല വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു അര ഗ്ലാസ് പാൽ കേട്ടോ. അതൊന്ന് അടിച്ചെടുക്കുന്ന പരുവത്തിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. എടുത്തൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ നമ്മളത്. അപ്പോൾ ആ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും പാലും മിക്സാക്കി അരച്ചത് അതിലേക്ക് ഇടണം. എന്നിട്ട് അത് നല്ലൊന്ന് വാടി അതിൻ്റെ പച്ചമണം പോകണം. പോയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊന്ന് കുറുകി സെറ്റാവണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം എത്രയെന്ന് വിചാരിച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മുടെ മധുരത്തിനനുസരിച്ച്. എന്നിട്ട് അത് നല്ലൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകി ഏകദേശം ഇതേ രൂപത്തിൽ ആവണം. ഒരു നല്ല കട്ടിയായി നിൽക്കണം കേട്ടോ, കുറുകി. അപ്പം നമ്മൾ റവ അതിലേക്ക് ഇടണം കേട്ടോ. റവ ഞാൻ വറുത്ത റവയാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പാകത്തിന് കുറച്ച് റവയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ലൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇളക്കി അതൊരു എന്താ പറയുക, നമ്മൾ മാവൊക്കെ കുഴക്കില്ലേ അതേപോലെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല വറ്റി വരണം കേട്ടോ. ഇതുപോലെ നല്ല വറ്റി ഇതാക്കി വരണം. എന്നിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് തണുപ്പിക്കാൻ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കണം, കുഞ്ഞു ബോളുകളാക്കുക. എന്നിട്ട് നമുക്കത് ഈ ബോൾ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബോളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് അത്ര മതി കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ തേച്ചു നമ്മൾ ഉരുളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും റവയും കൂടി മിക്സാക്കിയത് അതിൽ ആവി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ആവി കൊള്ളിച്ചെടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ആവിയിൽ വേവിച്ച് നമ്മുടെ ബോൾസ് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കുറുകും. നല്ലൊന്ന് തിളച്ചതാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. മധുരം കുറച്ച് കുറവാവും. അപ്പോൾ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഏലക്കായ ഉപയോഗിക്കാം. ഞാൻ പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ 2 സ്പൂൺ ഒരു അരിപ്പൊടി എടുക്കുക. പത്തിരിപ്പൊടി, നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ ആയിട്ട് അതേതെങ്കിലും എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് അപ്പോൾ നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഇതായി കിട്ടും. അപ്പോൾ നല്ലോണം ജസ്റ്റ് സിമ്മാക്കി വെച്ച് തിളപ്പിക്കണം കേട്ടോ. അപ്പം നമുക്ക് നല്ല കുറുകി കിട്ടും അത് കേട്ടോ. നമുക്ക് നമ്മുടെ മധുരം നോക്കി അതിനനുസരിച്ചിട്ട് മധുരം ഇടണം. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം,